ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം മിനി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. മിനി ക്രാഫ്റ്റ് നമുക്ക് കളിച്ചു നോക്കാം. ഞാൻ ഇതിൽ കളിച്ചിട്ടില്ല. ഞാൻ ഇന്ന് കയറ്റിയതേ ഉള്ളൂ. ഞാൻ കുറച്ച് ഇതൊക്കെ കേട്ടിട്ടുണ്ട്. എൻ്റെ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് കുറച്ച് മുമ്പ് കയറ്റിയതേ ഉള്ളൂ. കുറച്ച് നേരം ഞാൻ കളിച്ചായിരുന്നു. ഗായ്സ്, നമുക്ക് മൈ വേൾഡ് എടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഓർ ഹൗസ് പണിയാണ്. ഞാൻ പകുതി വെച്ച് ആക്കി നിർത്തിയായിരുന്നു. ഓർ ഹൗസ്, നമുക്ക് ഈ ഓർ ഹൗസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ ഈ ഓർ ഹൗസ് കംപ്ലീറ്റ് ചെയ്യാൻ ഫുൾ ഓർ വെച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഒള്ളി ഓർ, ഡയമണ്ട് ഓർ, അങ്ങനത്തെ ഉള്ള ഓർ വെച്ച്, റെഡ് സ്റ്റോൺ ഓർ, ഡിങ്കിട്ടെ ഗൈസ്. നമ്മൾ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഓർ ഹൗസ്. അപ്പോൾ ഇതിൻ്റെ ഈ ഹൗസ് പണി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഗ്രീൻ ഓർ വരെയാണ് പണി നിർത്തിയിട്ട് നമുക്കിനി ഇത് പണി നോക്കാം. ഇത് ഭംഗിയില്ല ഗൈസ്, ഭംഗിയില്ല, ഒട്ടുമില്ല. ഏതൊക്കെ ഓർഡർ നോക്കാം. ഇനി ഒന്ന് ഈ ഓർഡറും കൂടെ നമുക്ക് മുകളിൽ പ്ലാറ്റ്ഫോം കൊടുക്കാം. തൽക്കാലം ഇതിങ്ങനെ വെക്കാം ഗൈസ്. നമ്മളിത് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുറച്ച് ഇതാ ലാസ്റ്റത്തെ ആ കോർണർ ഉണ്ടോ, എല്ലാം തെറ്റിപ്പോയാൽ തീർന്നു. ഇത് പണിയാൻ ഞാൻ കുറേ സമയം എടുത്തു. ഓർ ഹൗസ് നിങ്ങൾ പണിഞ്ഞ് നോക്കണ്ടേ, നല്ല ഓർ വെച്ച് മാത്രമേ പണിയാവുള്ളൂ. ഇത് മിനി ക്രാഫ്റ്റ് ആണ്, നല്ല ഗെയിമാണ്, നിങ്ങൾ കളിച്ച് നോക്കണം. ഇവിടെയും പറഞ്ഞു. ഇപ്പം നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് ഇനിയുള്ളത് ഈ ഓർ മാത്രമാണ്. ഇത് നമ്മൾ കവർ ചെയ്യാം. ഒത്തിരിയായി ഗൈസ്, ഒത്തിരി അട്ടാപ്പകൾ. നമുക്ക് ഇനി ഉറങ്ങാൻ വേണ്ടി നമ്മൾ ബെഡ് എടുത്തു, ഇവിടെ വെച്ചു, താഴോട്ട് ഇറങ്ങി. ഇതിൻ്റെ ബെഡ് നമ്മൾ ഉറങ്ങി. നമ്മൾ ഉറങ്ങി. രാവിലെ എഴുന്നിട്ട് നമുക്ക് ബെഡ് പൊട്ടിച്ചു. നമുക്ക് ബെഡ് പൊട്ടിച്ചു തുടങ്ങി. ഇനി മേലോട്ട് ഇത് ഞാൻ ക്രിയേറ്റീവാണ് എടുത്തേക്കുന്നത്. സ്കെലിട്ടൺ ഇവിടെ മേളിലത്തെ ഇത് പണിയാണ്, മേളിലത്തെ റൂഫ് പണിയാണ്. ഇത് വെച്ചിട്ട് ലാസ്റ്റ് ലുക്ക് അങ്ങനെ നമുക്ക് നോക്കണം. ഓർ ഹൗസ് ഇത് ആരും പണിയിട്ടില്ലായിരിക്കും ചിലപ്പോൾ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല സാറ്റിസ്ഫാക്ഷനുള്ള ഒരു ഗെയിമാണ് ഇത്. ഓർ ഹൗസും നല്ല ഇതാണ്, നിങ്ങൾ ചെയ്ത് നോക്കണം. വെറൈറ്റി ആയിരിക്കും, കുറച്ച് വെറൈറ്റി ആവട്ടെ ഗൈസ്. വെച്ച സ്ഥലത്ത് വീണ്ടും വെക്കും ഗൈസ്. നല്ല രസമുള്ള ഗെയിമാണ് മിനി ക്രാഫ്റ്റ്. ഇത് മൾട്ടിപ്ലെയർ കളിക്കുക ഈ ഗെയിം. പക്ഷെ ഒരേ വൈഫൈ ആയിരിക്കണം. നിങ്ങൾ എടുക്കുന്ന ഈ ഗെയിമിൽ ഒരേ വീട്ടിൽ ഒരേ വൈഫൈയും ഇരുന്ന് കളിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ഗെയിം. ഗൈസ്, നമുക്ക് ഈ മേളത്തെ റൂഫ് പണിയണം. റൂഫിന് വേണ്ടി ഇത്ര ലെയർ പണിയാണ് ഗൈസ്. നമ്മുടെ വീഡിയോ ആണ്. എൻ്റെ അനിയത്തി മേരിക്കുട്ടി വന്നിരി. എൻ്റെ അനിയത്തിയുടെ പേര് മേരി എന്നാണ്. എന്നെ ഗെയിമുകളിലൊക്കെ സഹായിക്കുന്ന എൻ്റെ അനിയത്തിയാണ്. പരിചയപ്പെടുത്തത്. എൻ്റെ പേരാണ് മേരിക്കുട്ടി. എൻ്റെ അനിയത്തിയാണ്. ഞാൻ ട്യൂഷൻ കഴിഞ്ഞപ്പോൾ വന്നതേ ഉള്ളൂ. ഞാനും എൻ്റെ അനിയത്തി ഒരേ ട്യൂഷൻ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ജൊവാക്യം. എൻ്റെ വീട്ടിൽ പേര് മോനപ്പൻ എന്നാണ്. ഗൈസ് നമുക്കിത് പണിയാം.
ഓവർ ഹൗസ് ഇപ്പോൾ കംപ്ലീറ്റ് ആവും. ഒരു ഇച്ചിരി നേരം കൂടെ മതി. മേലത്തെ റൂഫ് കുറച്ച് വലിയ വീടായിപ്പോയി തോന്നി. റൂഫ് കുറച്ച് നേരം എടുക്കില്ല. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പണിയുന്നത്. ഇത്തിരി നമ്മൾ ഇനി അങ്ങ് പോകണം. ഇങ്ങനെ പോയി എൻ്റെ അനിയത്തി ഇവിടെ നിന്ന് കളിച്ച് വേണമൊക്കെ ചെയ്തു. എൻ്റെ അനിയത്തി പാവമാണ് കേട്ടോ. അവളാണ് ഇപ്പം എന്ന് പറഞ്ഞത്. ഗൈസ് എൻ്റെ അനിയത്തി പാവമാണ്. എൻ്റെ അനിയത്തി ശാന്തമായി ഇരിക്കുന്നത് കണ്ടോ. നിങ്ങൾക്കും ഇങ്ങനെ ഒരു അനിയത്തി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീട് ശേഷം നമ്മൾ ഇത്രയും പണി വെച്ചിട്ടുണ്ട്. So beautiful. എലി ചിലക്കുന്നതാണ്. എലി എനിക്ക് പാവമാണ്, ഒന്നും ചെയ്യത്തില്ല ആരെയും. പഞ്ചപാവം. നിങ്ങൾക്കും ഇങ്ങനൊരു അനിയത്തി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പാവമാണ് എൻ്റെ അനിയത്തി അല്ലേ? പാവല്ലേ നീ? എൻ്റെ അനിയത്തി പാവമാണ്, ഭയങ്കര പാവം. അവൾ തന്നെ പറയും ഗൈസ്, അവൾ പാവമാണ്. ഗൈസ് ഇവിടെ ഇരുട്ട്. എൻ്റെ അനിയത്തി അമ്പക്കം വിട്ടയാണ്. നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. എൻ്റെ അനിയത്തി ഏമ്പക്കം വിട്ടയാണ്. ഏമ്പക്കം വിടാൻ തോന്നിയ സമയം രണ്ട് ചിരിക്കുന്നുണ്ട് കൈ. ചിരിക്കുന്നോട് എന്നിട്ട് എന്ത് ശരി ഇവിടെ കിടന്ന്. നമുക്കിന് ലൈറ്റാണ് എടുക്കേണ്ടത്. നമുക്ക് അറ്റങ്ങളൊക്കെ വെക്കാം. ഈ ഭാഗമുണ്ട്, നമുക്ക് അത് അടയ്ക്കാൻ വേണ്ടി ഇതെടുത്തിട്ട് ഇതെടുക്കുമ്പോൾ മനസ്സിലായി. അവള് നാടിൻ നന്മകനെ പാട്ട് പാടുവാണ് ഗൈസ്. ഇവിടെ കുത്തിക്കേട് കാണിക്കുന്നതാണ് ഞാൻ ഉള്ളുന്നത്. വളരെ കുത്തിക്കേടാണ്, പക്ഷെ പാവമാണ്.
അനിയത്തി പഞ്ചപാവം ഗൈസ്. ഇങ്ങനൊരു അനിയത്തി എവിടെ കിട്ടാനാണ് ഈ കാലഘട്ടത്തിൽ? ഇങ്ങനൊരു അനിയത്തി എവിടെ കിട്ടാനാണ് ഗൈസ്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്കിവിടെ ഫുള്ള് വെട്ടമടിക്കാം. അയ്യോ നമുക്ക് ഈ ഗ്രാസ് എല്ലാം അങ്ങ് കളയാം. കുറച്ച് വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ നമ്മൾ ഫുള്ള് ലൈറ്റ് വെച്ചാലും ലൈറ്റ് എപ്പോഴും പ്രകാശിക്കണം, പ്രകാശമാകണം. ഗ്രാസ് ഫുള്ള് പൊട്ടിച്ച് കളയണം. ഗ്രാസ് പൊട്ടിച്ച് കളയണം. ഗൈസ് നമ്മൾ ചുമ്മാ പാട്ട് പാടി കളിക്കുകയാണ്. മാമ സോറി കൂടുകയാണ് ഞങ്ങൾ. സോറി ഏട്ടാ, മാമ സോറി എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ കളിച്ച് വന്നത് ഗൈസ്. മിനി ക്രാഫ്റ്റ് നമ്മൾ കളിക്കുന്നത് മിനി ക്രാഫ്റ്റ്. എൻ്റെ അനീറ്റേര് കളിച്ച് കേട്ടോ. മാമ സോറി. ഗൈസ് നമ്മളിത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പൂർത്തിയാക്കാൻ കുറച്ച് സമയം എടുക്കും ഗൈസ്. ഗൈസ് ഇതിൻ്റെ ഫുൾ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്ക് ഈ ഗ്രാസ് ഫുള്ള് പൊട്ടിക്കാം. അങ്ങോട്ടൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. ഗ്രാസ് എടുത്തിട്ട് എവിടെ വെക്കണം? അവിടെ എന്താ വെക്കണ്ടത്? മണ്ണ് എവിടേക്ക് വെക്കാം? ഇത് കുറേ സമയം എടുത്ത് പൊട്ടിക്കാൻ. ഗൈസ് ടൈം എത്രയാണ് നമുക്ക് നോക്കാം. ഫുൾ ടൈം ഗൈസ് ടൈം 6:46 ആയി ഗൈസ്. 6:46 എന്താ ടൈമിങ്? നമ്മൾ കുറച്ചും കൂടി ഗ്രാസസ് എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ലൈറ്റ്സ് വെക്കട്ടെ. ഫുള്ള് ലൈറ്റ്സ്
നമ്മൾ ഇവിടെ പോലെ മനസ്സിലാവുന്നില്ലോ ഇത്ര ചുറ്റുമോ ഒന്നല്ലേ ഇത്ര നമ്മൾ വെച്ചിരിക്കുന്നു ഗായ്സ്. നമ്മളിത് ഇത്രയും വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം എടുത്ത് ഫുള്ളാക്കണം. നമ്മൾ നേരത്തെ അത് ഫുള്ള് പൊട്ടിച്ചായിരുന്നു. ഇനിയെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടതാണ്. ഇത് ഫില്ല് ചെയ്യണം. അതിപ്പം മേലോട്ട് വെച്ചാൽ എക്സ്ട്രാ ആവത്തോട് ഉണ്ടോ, അല്ല സൈഡോട്ട് വെച്ചോട് ഫുള്ള് പ്രകാശത്തിലുള്ള ഒരു വെറൈറ്റി വീടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മിനിക്രാഫ്റ്റ് തന്നെ ഒരു വെറൈറ്റി വീട്. എൻ്റെ അനിയത്തി വെറൈറ്റി വീടാണോ ചോദിക്കും ഗൈസ്. ഞാൻ ഇവിടെ ഗ്രാഫിക്സ് ഒന്നും കാണാതെ നല്ല പ്രൊഫഷണൽ നല്ല പ്രൊഫഷണലായിട്ട് കൂട്ടി വെക്കുവാണ്. വെക്കുവാന്ന് പറയാം. എനിക്കറിയാം. എൻ്റെ അനിയത്തി എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഗൈസ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിക്കാണ്ടിരുന്നു. എന്തിടേ ഇപ്പം കൊച്ചുങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങി. കൊച്ചുങ്ങളൊക്കെ അങ്ങ് വളർന്നു പോയി. ഗൈസ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ എല്ലാവരും കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും മറക്കരുത്. ഗൈസ് എൻ്റെ അനിയത്തിക്ക് പറയണമെന്ന് പറഞ്ഞു. ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഗൈസ് എൻ്റെ അനിയത്തി പറഞ്ഞാണ് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്ക് ചെയ്യണം. ഇത് ഫില്ല് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. എൻ്റെ അനിയത്തി രാത്രി ചോറ് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ 7 മണിക്ക് മുമ്പേ ചോറ് കഴിച്ച് നിർത്തും. ഞങ്ങൾ എന്നും അങ്ങനെ ചെയ്യുന്നത്. 7 മണിക്ക് മുമ്പേ ചോറ് വെച്ചെടുത്തു. ഇപ്പം ആദ്യം നമ്മൾ പറഞ്ഞപ്പോൾ എന്തിന് ഇരുട്ടായത് വീടിന്. ഇപ്പം നോക്കിയേ നല്ല പ്രകാശത്തുള്ള വീട്. നമ്മൾ ലൈറ്റ് വെച്ച് ഫുൾ ലാമ്പായി ഹൗസായി ഗൈസ്. ഓ എന്ത് നമ്മൾ മേളോട്ട് വെക്കുന്ന ഗൈസ് എപ്പോഴും. നമ്മൾ ഇപ്പോൾ ഫില്ല് ചെയ്യും. കുറച്ചും കൂടി മതി. യെസ് ഗൈസ് ഇച്ചിരിയും കൂടെ ഫുൾ ഫില്ല് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇനി നമുക്കിവിടെ ഏറ്റത്തെ എന്തിനാണ് നമുക്കിനി വെട്ടമെന്തിനെ ഗൈസ്. ഇപ്പം ഈ സൈഡ് ഫുള്ള് ഭയങ്കര ഇതായപ്പോൾ അപ്പം നമുക്ക് ഈ കോർണർ ഫുള്ള് അങ്ങനെ വെക്കും ഗൈസ്. കോർണർ സെക്ഷൻ ലാമ്പ് ഗൈസ്. നമുക്ക് എല്ലാ കോർണറിലും ഒരേപോലെ വെക്കാം. ഇനി അപ്പുറത്തെ ഇവിടെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ബെഡ് സെക്ഷൻ പണിയാം. അത് നമ്മൾ ഡോറ് പണിയില്ല ഗൈസ്. ഡോറ് നമുക്ക് ഇവിടെ പണിയാം. സ്കെലട്ടനൊക്കെ ഉണ്ട്. സ്കെലട്ടൻ ഗൈസ്. നമ്മൾ എത്തുന്ന ഇവിടെ ഇറങ്ങി വരുമ്പോൾ ഈ സ്ഥലമാണ്. സ്കെലട്ടനെ കൊന്നിരിക്കുന്നു. നമ്മളെ ആക്രമിക്കാൻ വന്നിരിക്കുന്നത്. ഇതിനപ്പുറം കണ്ടവരാണ് നമ്മൾ. ഇതും കണ്ടു. ഇതിനപ്പുറം
കണ്ടവരാടാ ഞങ്ങള്. സ്കെലട്ടൻ വന്നേക്കുന്നത്. അവൻ ഞങ്ങളടാ കളിക്കുന്നത്. കാശന്മാരല്ലേ ഞങ്ങള്. ലൈറ്റ് വെച്ചു. ഇനി നമുക്ക് ഡോർ നമുക്ക് ഈ ഡോർ വെക്കാം. ബ്ലാക്കിൻ്റെ വരുന്ന ഈ ഡോർ വെക്കാം. മേലോട്ട് പൊട്ടിക്കണം തോന്നുന്നു. നമ്മൾ ഇവിടെ ഡോറ് പൊട്ടില്ല. ഡോർ ഇവിടെ വുഡ് വെക്കാം. എന്ത് ലൈറ്റിലപ്പം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. നമുക്കിത് മാറ്റി നല്ല കുറച്ച് ഡിസൈനിങ് ആക്കാം. വേറെ നമുക്കിവിടെ വേറെ ഒരു നല്ലൊരു ബ്ലോക്ക് വെക്കാം. ഓർ ഹൗസില്ലേ, അപ്പം നമുക്ക് ഓർ തന്നെ വെക്കാം. റെഡ് ഓർ. എനിക്കിത് റെഡ് ഓറിനകത്ത് ഇത് പിന്നെ സ്റ്റെപ്പ് നമുക്ക് ഏത് വെക്കും? സ്റ്റെപ്പ് ഗൈസ് നമുക്ക് ഈ കളർ വെക്കാം. ഗൈസ് അപ്പോൾ സ്റ്റെപ്പ് നമ്മളിത് വെച്ചിട്ടുണ്ട്. കയറി നമുക്ക് ചിലപ്പോൾ മേളിൽ ഗൈസ് നമ്മളിവിടുത്തെ ഇത് പൊട്ടി. അപ്പം ഈ ഡയമണ്ട് ബ്ലോക്ക് എടുക്കുക. ഇവിടെ നമുക്ക് ഇങ്ങനെ വെച്ചെടുക്കാം. ഇപ്പം ഓക്കെ ആയിരിക്കും. പിന്നെ മേളിലൊരു ബോർഡ് വെച്ചിട്ട് നമുക്ക് പേര് കൊടുക്കണം. ഓർ ഹൗസ് എന്ന് കേട്ടോ. പ്ലക്കാടില്ലായിരുന്നു. പ്ലക്കാടിലാണ് ഗൈസ്. ഓർ ORE ഓർ. ഗൈസ് എൻ്റെ അനിയത്തിനി പറഞ്ഞിരുന്നു ORE ഓർ അല്ല ORE അല്ലല്ലോ ഓർ. എനിക്ക് ഓറിൻ്റെ സ്പെല്ലിംഗ് പോലെ ORE ആണ് ഗൈസ്. ഞാൻ പറഞ്ഞ കറക്റ്റാണ്. നമ്മൾ കുരുത്തക്കേടിൻ്റെ അങ്ങനെ അറ്റോ ഗൈസ്. ORE guys. Or house. One guys. Or house. Next. Okay. Or house. Welcome. Welcome. EL. Welcome to the welcome to the welcome to the or house. Welcome to the house. നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. വെൽക്കം ടു ദ ഹൗസ്. നമ്മളിത് തുറന്നിട്ടുണ്ട്. തുറന്ന് കയറുമ്പോഴേ ഇവിടെ നമ്മൾ വെച്ചത് എന്തൊരു മറന്നു പോകുന്നല്ലോ. ഇപ്പം നമ്മുടെ ഇത് പൂർത്തിയായി. എൻ്റെ അനിയത്തി പോവാൻ വന്നത്. നമുക്കിനി കയറി ചെല്ലുന്നിടത്ത് ഇവിടെ സൈഡ് നമുക്കിവിടെ ഒരു ബെഡ് വെക്കാം. ഇവിടെ ബെഡ് ഇവിടെ വെക്കാൻ പറ്റുന്നില്ല.
റെഡ് സ്റ്റോൺ കത്തുന്നു. റെഡ് സ്റ്റോൺ കത്തുന്നല്ലേ. റെഡ് സ്റ്റോൺ റെഡ് സ്റ്റോൺ കത്തിപ്പിടിക്കും. സ്പൂണൊക്കെ ഇവിടെ ലൈറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് വെറൈറ്റി ആയി പോയോണ്ട് കൂടുതൽ വെറൈറ്റി ആയി പോയെന്ന് തോന്നുന്നു. ഈ സ്ഥലത്ത് നമുക്കിത് വെക്കാം. കൂടുതൽ വെറൈറ്റി ആയിപ്പോയി. നമുക്കിവിടെ വെക്കാം. നമ്മുടെ ഇത് വെക്കാം. ബെഡ് ഇവിടെ ഇത് ഈ സാധനത്തിൽ ഏതെങ്കിലും ഒരു സാധനം അത് വീട്ടിട്ടോടും. എന്ത് ചെയ്യാനാണ് ഇതൊക്കെ? ഇനിയിപ്പോൾ ഇത് പറ്റുന്നു. കല്ലിൻ്റെ പുറത്ത് കല്ല് ബെഡ് എന്തിനാ ഇട്ടു. ബെഡ് ഇട്ടു. ഇനി ബെഡിൻ്റെ ഇവിടെ നമുക്ക് കുറച്ച് ബുക്സ് സാധനങ്ങൾ. എൻ്റെ ഹായ് മെസ്സേജ് കൊണ്ട് നമുക്കിവിടെ ഒന്ന് ഉണ്ടല്ലോ. നമുക്ക് ഫ്ലവർ പോട്ട് വെക്കണം. ഫ്ലവർ പോട്ട് ഗൈസ്, നമുക്ക് ഫ്ലവർ പോട്ട് എടുക്കാം. ഫ്ലവർ പോട്ട് എടുത്തു. ഇനി ഇവിടെ ഒരു ഫ്ലവർ എടുക്കാം. ഗൈസ്, ഈ ഫ്ലവർ എടുക്കാം. ഇവിടെ വെച്ചു. ഇനി ഫ്ലവർ എടുത്ത് വെച്ചു. ഇനി നമുക്കിവിടെ ഒരു ചെസ്റ്റ് ബോക്സ് വേണം. ചെസ്റ്റ് നമ്മുടെ ആർമറൊക്കെ വെക്കാൻ ഒരു ചെസ്റ്റ് ബോക്സ് വേണം. ആർമർ ഇടാം. ആർമറിന് വേണ്ടി ആദ്യം നമ്മൾ ആർമർ വേണ്ടത് ഡയമണ്ട്. ഇവിടെ ഞാൻ പോവാ. ഇവിടെ ഗൈസ് ഇത് ഹെൽമെറ്റ് വെച്ചു. ഇത് വെച്ചു ഗൈസ്. ഇനി നമുക്ക് പോവാം. 1 2 3. ഇനി നമ്മുടെ ബൂട്ട് വേണം. ബൂട്ട് മമ്മി ബൂട്ടടാ. ഡയമണ്ട് ബൂട്ട് ഗൈസ്. എന്തോ ചെയ്യാൻ ഡയമണ്ട് ബൂട്ടൊക്കെ ആയിപ്പോയി ഉള്ളിട. ശരി, നമുക്കിവിടെ ചെസ്റ്റ് ബോക്സ് വെക്കാം. നമുക്ക് നമ്മുടെ കയ്യിൽ പോയി സൗണ്ട് ഗൈസ്. നമ്മുടെ ചെസ്റ്റ് ബോക്സിലോട്ട് നമ്മൾ വെക്കാൻ പോകുന്ന സാധനങ്ങൾ ഇവിടെ അനിയത്തി എന്തൊക്കെയോ കൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ചുമ്മാ ആടാന്ന് എന്തൊക്കെയോ പറയുന്നു. ആർമർ ആർമറിനകത്ത് ഗോൾഡ് ആർമർ. എൻ്റെ അനിയത്തി നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു ഗൈസ്. നിങ്ങളെല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ എൻ്റെ അനിയത്തി നിങ്ങളെ ഖടം ഓകയാ. നിങ്ങളുടെ കാര്യം പോക്കാണ്.
എൻ്റെ അനിയത്തി കഥമൊക്കെ ആക്കും. നിങ്ങളതുകൊണ്ട് പെട്ടെന്ന് ചെയ്തോ. എന്നെ അവിടെ ഇടി എപ്പോഴും സൂപ്പാക്കുന്നുണ്ട്. ഇവളുടെ പണിയാണ് എന്നെ അടിച്ച് സൂപ്പാക്കി എൻ്റെ പരിപ്പിളക്കി ഞങ്ങളുടെ പെട്ടാ വന്ന്. ഇത്ര സാധനം നമ്മുടെ വെച്ചു. നമുക്ക് പിന്നെ നമ്മുടെ വാളാണ് വാൾ നമുക്ക് എടുക്കാം. നമുക്ക് നമ്മുടെ വാൾ വേണം. ഇവിടെ ഒരു ശവര് വേണം. ഈ സാധനം പിന്നെ ഇത് വേണം. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് നമ്മൾ ഇത്രയും വെച്ച് വെച്ചു. ഇനി നമുക്ക് ഉള്ളത് ഇവിടെ വെക്കാം. പക്ഷേ ഡിസൈന് വേണ്ടി ആദ്യം പേടിച്ചു പോയോ. ഇവിടെ പൈപ്പ് ആർമർ സ്റ്റാൻഡ് ഇവിടെ വെക്കാം. ആർമർ സ്റ്റാൻഡ് ഇവിടെ ഇന്നത്തെ ആർമർ സ്റ്റാൻഡ് ഉണ്ടോ നോക്കാം. നമുക്ക് ആർമർ സ്റ്റാൻഡ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു പപ്പ എൻ്റെ അനിയത്തി ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവളോട് ചെല്ലുന്നു. എന്തോന്നേ ഇങ്ങോട്ട് വെക്കുക. അൽച്ചൈന ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വെക്കണ്ടേ ചെയ്തിട്ട് നമ്മൾ ഇത്രയും വെച്ചിട്ടുണ്ട്. രാവിലെ നമ്മൾ കയറി വരുമ്പം ഇവിടെ ഇരിക്കാൻ വേണ്ടി സോഫ സെറ്റ് വെക്കാം. ആളുകൾക്ക് ഇരിക്കാൻ സോഫ സെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ സോഫ സെറ്റ് വേണം. സോഫ സെറ്റ് ബുക്ക് ചെയ്യാം. നമ്മൾ സോഫ സെറ്റ് നല്ല സ്ക്വയർ ഫീറ്റുള്ള ഇത്രയും വലിയ സോഫ സെറ്റ് ആർക്കിരിക്കാനാണ് എന്താ ഇത്രയും സോഫ സെറ്റ് ആർക്കിരിക്കാനാണ് മകൻ. നമ്മൾ ഇത്രയും വലിയ സോഫ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ആളുകൾക്ക് വരുമ്പോൾ ടി വി ഒരു മെയിൻ സാധനമാണ്. ടി വി എന്ന് പറഞ്ഞ സാധനം ടി വി വേണം. ടി വി വേണ്ട ഒരു കാര്യമാണ് ടിവിക്ക് ബ്ലാക്ക് സ്റ്റോൺ ഇല്ലല്ലോ. എങ്ങനെ ടി വി പണിയും? നമുക്ക് ടി വി പണിയാൻ കഴിയുകയില്ല. അയ്യോടെ ഒരു വിഷമമാണല്ലോ. ടി വി പണിയാൻ കഴിയും. നമുക്ക് ഇവിടെ പണിയാം ടി വി. 1 2 3 4 5 6 7 അൽച്ചൈന
ഞാനുണ്ടോ ഇപ്പൊ ഇവിടെ? ഗൈസ് എൻ്റെ പപ്പയാണ് വിളിച്ചു തന്നെ. വൗ, ചെയ്യാൻ വേണ്ടി കുറെ സമയം എടുക്കും. അത് പറ്റത്തില്ല. ബോക്സ് എടുത്താലോ? ബോക്സ് പറ്റും. ബോക്സാ വേണ്ട അതിന്. ഇപ്പൊ നമ്മളെ വീട് ലുക്കായി വെച്ച് ലുക്ക്. ഇപ്പൊ രാത്രിയായി, നമുക്ക് ഇറങ്ങി തുടങ്ങാം. ഇറങ്ങാനായിട്ട് നമുക്ക് നേരെ പോവാം. ഒന്ന് കാണാം. നമ്മൾ ഇറങ്ങി. സ്ലീപ്പ്. രാവിലെയായി, നമുക്ക് ഇനി പുറത്തോട്ട് പോവാം. ഒരു വാൾ വേണമല്ലോ. വാൾ ഡയമണ്ടിൻ്റെ വാൾ എടുക്കുക. പുറത്തോട്ട് പോകുക. ഡോറടിച്ച് ചെലന്തി വള്ളിയെ കാണാൻ. നമ്മളെ വള്ളിയെ കൊണ്ട് ഇതിനകത്ത് മീനെ കുറച്ചിട്ടാലോ? നമുക്ക് കുറച്ച് മീനിടാം. മീൻ ഇല്ല നോക്ക്. മീനുണ്ട് അവസ്ഥയ്ക്ക്. ഇപ്പൊ വന്നു ഒരു മീനും ഇല്ല സാധനത്ത്. എന്തോ ചെയ്യാനാണ്? ഇവിടെയൊക്കെ ഒരു കാര്യമായി പോയില്ലേ? മീനെ ഇടേണ്ട ജോലിയായിരിക്കും. എവിടെ മീൻ? മീൻ വേണമെങ്കിൽ ഞാൻ ആകാശത്ത് പോകണല്ലോ. എവിടെയില്ല. എവിടെ? നമുക്ക് എല്ലാ മീനും ഇടാം. 1 2 3 4 5 6 7 എല്ലാ മീനുണ്ട്. എവിടെ? ഇവിടെ. എനിക്കിവിടെ ഒരു ഫിഷ്. ഇവിടെ മീൻ. ഇവിടെ മീൻ. ജ്യൂസ് ആഡ്. ഗൈസ്, നമുക്ക് ഇതിടാം. ഇത്രയും മതി. ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് ഫിഷല്ലേ വേണ്ട. റിയൽ ഫിഷ് വേണ്ട. റിയലാണ് വേണ്ട. കൊടുക്കുന്നുണ്ടോ എനിക്ക്? ചോര കൊണ്ട് ജ്യൂസ്
എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടോ നോക്കട്ടെ. വില്ലേജ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ആകും. നമ്മളിപ്പം ബെഡ് സ്പോൺ ചെയ്തല്ലോ, ഇപ്പം ആ സ്ഥലത്ത് സ്പോൺ ആകത്തുള്ളൂ. ഇത്രയും കോഴികള്, ഇതിൻ്റെ സ്ഥലം ഗായ്സ്, ഏത് സ്ഥലമാണിത് മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും വില്ല ഉണ്ടോ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നോക്കാം. ഒരു വ്യൂ, ഒരു വില്ലേജ് ഉണ്ട് ഗായ്സ്. ചെക്കാം ഗായ്സ്. ഇവിടെ ഒരു കാണുന്നതാണ്, ഇതില്ല. തിരിച്ചു പോകാം. തിരിച്ചുകൊണ്ട് വഴി എനിക്കറിയാൻ കഴിയുമോ? എന്തായാലും ചെല്ല. എന്തോ ഇവിടെ എല്ലാരും എന്തോ ചെയ്യുവാണ് എല്ലാവരും. എന്തോ ചെയ്യുവാണ് എല്ലാവരും? എന്തോ ചെയ്യുക എല്ലാരും?